ഓക്കെ, അപ്പം നമ്മുടെ 2025 വൈൻ മേക്കിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ അങ്ങനെ മുന്തിരിങ്ങയൊക്കെ കഴുകി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പം ആദ്യമേ തന്നെ കുറച്ച് ഗോതമ്പ് എടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പൂവാണ്. ഗ്രാമ്പൂ എടുത്ത ശേഷം ഈസ്റ്റ് എടുക്കുക. ഈസ്റ്റ് വേണം നമുക്ക്. പിന്നെ എന്ത് വേണം? പിന്നെ നമുക്ക് കറുവാപ്പട്ട വേണം. പിന്നെ അത് കഴിഞ്ഞ് അത് സ്മാഷ് ചെയ്യാനുള്ളൊരു സ്മാഷർ വേണം. കുറച്ച് ഏലക്ക വേണം. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയുടെ അളവിനുള്ള പഞ്ചസാര വേണം. ഇവിടെ നമ്മൾ 3 കിലോ മുന്തിരിങ്ങ എടുത്തുകൊണ്ട് 3 കിലോ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഭരണിയിലേക്ക് ആദ്യമേ തന്നെ ഒരു ലെയർ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടെല്ലാം മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 2 ബൗൾ പഞ്ചസാര ആഡ് ചെയ്ത ശേഷം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത ലെയർ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് കുറച്ച് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. വീണ്ടും അതിനെ മിക്സ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ മുന്തിരിങ്ങ തീരുന്നതിന് അനുസരിച്ച് അത്രയും വരെ നമ്മൾ ഈ മുന്തിരിങ്ങയും പഞ്ചസാരയും ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഒരു ബൗൾ നിറയെ ഗോതമ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു കുറച്ച് ഭാഗം ഒരു 2 സ്പൂൺ ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നു അതിലേക്ക്. ദെൻ നമ്മൾ കുറച്ച് കറുവാപ്പട്ട നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഈ സ്റ്റാർ പോലത്തെ സാധനം കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർ ഒരു 3-4 എണ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ അതിലേക്ക് നല്ല തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആവശ്യത്തിനനുസരിച്ച് ഞങ്ങളൊരു ജഗ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ജഗ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അല്പം ഈസ്റ്റ്, ഒരു 1/2 സ്പൂണോളം ഈസ്റ്റ് മതിയായിരിക്കും. ആ ഒരു 1/2 സ്പൂണോളം ഈസ്റ്റും കൂടെ അതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഏലക്ക മുഴുവനോടെ ഇട്ട് കൊടുത്താൽ മതിയാവും. പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊടിക്കേണ്ടവർക്ക് പൊടിച്ചിടാം. അതിനുശേഷം ഇതിനകത്ത് കുറച്ച് അറ്റത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ പഞ്ചസാരയൊക്കെ, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാൻ പോകണം. നന്നായിട്ട് ഇളക്കി ഫുൾ അതിനകത്ത് മിക്സ് ആകുന്ന വരെ നന്നായിട്ട് ഇടിച്ചു കൊടുക്കണം. ഈ ഗ്രേപ്പൊക്കെ ഒന്ന് കുറച്ച് പൾപ്പായിട്ട് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇത്രയും അത് പൾപ്പായിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ പോലത്തെ എന്തെങ്കിലും സാധനം വെച്ച് അതൊന്ന് വെച്ചു. പിന്നെ അതിലേക്കൊരു വെള്ള തുണി വെച്ച് അതൊന്ന് മൂടി, പിന്നെ അതിൻ്റെ അടപ്പ് വെച്ച് അതിനെ മൂടിയിട്ട് വീണ്ടും നമ്മൾ മേളിലൊരു വെള്ള തുണി വെച്ച് അതിനെ നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ ഇനി 1-2 ദിവസങ്ങളിൽ നല്ല ഉണങ്ങിയ തവി കൊണ്ട്, സെയിം തവി കൊണ്ട് തന്നെ 1-2 ദിവസങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴിതിൻ്റെ ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ഈസി വൈൻ റെസിപ്പി. അപ്പം ഈ 2025 ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി വൈൻ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരെല്ലാവരും അത് പോയി കാണുക. എന്നിട്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. ജസ്റ്റ് 21 ഡേയ്സ് മതി ഈ ഒരു അടിപൊളി വൈൻ റെഡി ആവാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വർഷത്തെ ക്രിസ്മസ് നമ്മൾ അടിച്ചു പൊളിക്കുകയല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.